രാജ്യതലസ്ഥാനത്തേക്ക് പോവുകയാണ്. ഡൽഹിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറി. ജനം TV സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 അരങ്ങുണരുകയാണ്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അല്പസമയം മുൻപ് രാജ്യസഭാ അംഗം സദാനന്ദൻ മാസ്റ്ററാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, രാജ്യതലസ്ഥാനത്ത് ഇന്നിപ്പോൾ ജലോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഡൽഹിയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം വിപുലമായ ഒരു പരിപാടി, പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരു പരിപാടി മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എത്രത്തോളം വിപുലമാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? മറ്റു വിശേഷങ്ങൾ പറയൂ ശ്രീകാന്ത്. ഗൗതം, ഡൽഹിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി മലയാളത്തിൻ്റെ മഹോത്സവം തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുള്ള കൊടിയേറ്റം നടന്നു കഴിഞ്ഞു. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ ഈ കൊടിയേറ്റം നിർവഹിക്കുകയുണ്ടായി. അദ്ദേഹം അതിനുശേഷം മടങ്ങുകയാണ്. നിലവിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാസ്റ്റർ, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനകരമായ, സന്തോഷകരമായ ഒരു ദിവസമാണ്. അങ്ങ് കൊടിയേറ്റം നിർവഹിച്ചിരിക്കുന്നു. ഇനി 3 ദിനം മലയാളികളുടെ മഹോത്സവം ഡൽഹി തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ അരങ്ങേറുകയാണ്. തീർച്ചയായിട്ടും മലയാളോത്സവം എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. ജനോത്സവമാണ്, മലയാളോത്സവമാണ്, ജനത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങേയറ്റം ആവേശവും ആഹ്ലാദവും പകരുന്ന മുഹൂർത്തമാണ് ഇനിയുള്ള 3 ദിവസങ്ങളിലും നമ്മൾ കാണാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ദേശീയ ധാരയിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ സാംസ്കാരിക പശ്ചാത്തലം പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവിഷ്കാരം എന്ന നിലയ്ക്കാണ് ഈ പരിപാടിയെ ജനം സൗഹൃദവേദി സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ പരിപാടിയെ കാണുന്നത്. ആ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായും ഡൽഹിയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലും ആത്മാഭിമാനവും ആഹ്ലാദവും ഉണർത്താൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് മലയാളികൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം നാടിനെക്കുറിച്ച് ഒരു നിമിഷം, ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും സ്വന്തം നാടിനെക്കുറിച്ച് അഭിമാനം കൊള്ളാനുള്ള അവസരം തന്നെയാണ് ജനോത്സവം എന്ന ഈ പരിപാടി. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 250 കലാകാരന്മാർ, ഫോക്ലോർ, അതോടൊപ്പം തന്നെ കേരള കലാമണ്ഡലം എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. ഈ ഡൽഹിയെ 3 ദിവസം അത്യധികം ആവേശഭരിതമാക്കാൻ പോകുന്ന എല്ലാ വിരുന്നും ഒരുക്കിയിട്ടുണ്ട് ജനം TVയും ജനം സൗഹൃദവേദിയും. ഇപ്പോൾ MR അഭിലാഷ്, മലയാളികൾക്ക് ചിരപരിചിതനാണ് അദ്ദേഹം. TV ചർച്ചകളിലൂടെയൊക്കെ അദ്ദേഹം ഡൽഹി മലയാളികൾക്കിടയിലെ പ്രമുഖനായ വ്യക്തി കൂടിയാണ്. അഭിലാഷേട്ട, ഡൽഹിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അഭിലാഷേട്ട കുറേ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നയാളാണ്. ഡൽഹിയിൽ ഇതിനു മുൻപ് ഇത്രയധികം കലാകാരന്മാർ അണിനിരക്കുന്ന ഇതുപോലൊരു പരിപാടി അരങ്ങേറിയിട്ടുണ്ടോ അങ്ങയുടെ ഒരു പരിചയത്തിൽ? എൻ്റെ പരിചയത്തിലും ദില്ലിയുടെ ചരിത്രത്തിലും മലയാളികളുടെ ഇത്ര മഹത്തായ ഒരു സാംസ്കാരിക സമാഗമം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് മലയാളികൾക്ക് എന്നേക്കുമായി മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സുവനീറാണ് ജനം സൗഹൃദവേദി ഇവിടെ ജനങ്ങൾക്കായിട്ട് കാത്തുവെക്കുന്നത്. മലയാളികൾക്ക് തങ്ങളുടെ വേരുകൾ തിരിച്ചറിയുവാനും അതിനെക്കുറിച്ച് ഇപ്പോഴുള്ള തലമുറയ്ക്കും വരും തലമുറയ്ക്കും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെ കിട്ടുന്നൊരു വലിയ അവസരമാണ്. എന്ന് മാത്രമല്ല, ഇതെല്ലാ വർഷവും നടക്കാൻ പോകുന്നു എന്നതും നമ്മുടെ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉണർവ് നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാ ആശംസകളും ശ്രീകാന്ത്. പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് കൂടിയാണ്, നിങ്ങൾ ഈ ഒരു വേദിയിലേക്ക്, ഈ ജനോത്സവ വേദിയിലേക്ക് ഒരു തവണയെങ്കിലും സന്ദർശനം നടത്തണം. മലയാളിയുടെ വേരുകൾ അത് ഇങ്ങ് ഡൽഹിയിലാണെങ്കിലും നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനുമുള്ളതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഗജവീരന്മാരുടെ കട്ടൗട്ടുകളടക്കം, നേരെ തിരിഞ്ഞാൽ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീർത്തിരിക്കുന്ന കട്ടൗട്ടുകൾ, അങ്ങനെ മലയാളിക്കോർക്കാൻ കഴിയുന്ന, മലയാളിയുടെ മനസ്സിൽ നിറച്ചാർത്ത് പകർത്തി നിൽക്കുന്ന എല്ലാം ഇവിടെ ഇപ്പോൾ ഈ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തമ്പ് എന്ന വേദി തൊട്ടപ്പുറത്തായി നമുക്ക് കാണാം. ആ തമ്പിൽ വെച്ച് കളമെഴുത്തും പാട്ടും നടക്കും. പൂരക്കളി, കഥകളി, അതോടൊപ്പം കളരിപ്പയറ്റ്, കൂടിയാട്ടം, മുടിയേറ്റ്, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതൊക്കെ കലാരൂപങ്ങളുണ്ടോ ആ കലാരൂപങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഈ ഡൽഹി തൽക്കത്തോറ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. മാത്രമല്ല, കേരളത്തിൻ്റെ താരങ്ങൾ, മലയാളിയുടെ അഭിമാനം സാക്ഷാൽ മോഹൻലാൽ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശോഭനയെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല, മലയാളികൾക്ക് ശോഭനയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. ശോഭനയുടെ നൃത്തം ഇന്ന് വൈകിട്ട് അരങ്ങേറും. ഞാൻ ഈ നിൽക്കുന്ന തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ഇതേ സ്ഥലത്ത് വെച്ച് ഇന്ന് വൈകിട്ട് ജയറാമും അദ്ദേഹത്തിൻ്റെ സംഘവും പഞ്ചാരി കൊട്ടിക്കയറും. ജയറാമിൻ്റെ ചെണ്ടയ്ക്കുമേൽ ചെണ്ടക്കോൽ വീഴുമ്പോൾ താളം പിടിക്കാനായി
മുഴുവൻ മലയാളികളെയും ഡൽഹി മലയാളികളെയും ഈ തൽക്കത്തോറ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാളെ KS ചിത്ര വരുന്നുണ്ട്, ലക്ഷ്മി ഗോപാലസ്വാമി വരുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആശാ ശരത്ത് എത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ കലാ സാംസ്കാരിക സിനിമാ മേഖലകളിലെ അതോടൊപ്പം ഭക്ഷണ വൈവിധ്യങ്ങൾ അറിയാൻ ഈ തൽക്കത്തോറ സ്റ്റേഡിയത്തിലേക്ക് എത്താവുന്നതാണ്. വൺസിലെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. മലയാളികളുടെ മുഴുവൻ കലാ സാംസ്കാരിക പൈതൃകവും നെഞ്ചേറ്റുന്ന ഒരു പരിപാടിയായി മാറുകയാണ് ഈ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ഈ പരിപാടി. ആ ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ മറ്റൊരു വേദിയാണ്, തമ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വേദി. ഈ വേദിയിലായിരിക്കും നമ്മുടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടക്കാൻ പോകുന്നത്. കഥകളി അടക്കം നടക്കും, മേജർ സെറ്റ് കഥകളി ഉൾപ്പെടെ നടക്കാൻ പോകുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഗുരു കൂടിയായ ബാലസുബ്രഹ്മണ്യം, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇവിടെ ഉണ്ടാകും. തായമ്പകയിൽ ചെർപ്പളശ്ശേരി ശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിൽ അരങ്ങേറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്ന രണ്ടാമത്തെ സ്റ്റേജാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ വിപുലമായ താരനിശ നടക്കും. അത് കൂടാതെയാണ് ഈ വിവിധങ്ങളായ സ്റ്റേജുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. എന്നോടൊപ്പം ഉള്ളത് ക്യാമറാമാൻ ഉണ്ണിയാണ്. ഉണ്ണി, മറ്റ് സ്റ്റേജുകൾ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. നേരെ തൊട്ടടുത്ത സ്റ്റേജ്, ഇത് മൂന്നാമത്തെ സ്റ്റേജാണ്. തൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞാൽ രണ്ടാമത്തെ വേദി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ വേദിയാണ്. ഇവിടെയാണ് കളമെഴുത്തും പാട്ടും നടക്കാൻ പോകുന്നത്. കലാകാരന്മാർ ആ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ കാണാം. കേരളത്തിൽ നിന്നും വന്നിട്ടുള്ള കലാകാരന്മാർ കളമെഴുത്തും പാട്ടും അതിൻ്റെ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രശസ്ത സംവിധായകൻ രാജീവ് അഞ്ചൽ, അദ്ദേഹം ഇതിൻ്റെ ഈ പരിപാടിയുടെ ഷോ ഡയറക്ടർ കൂടിയാണ്, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് രാജീവ് ഏട്ടാ, മൊത്തത്തിലൊരു ഉത്സവ ഛായ തന്നെയില്ലേ? അതെ, നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കൊടിയേറി ബാക്കി നമ്മുടെ വിപുലമായ പരിപാടികളാണ്, കലാപരിപാടികളാണ്. ഒരു കാര്യം, ഇതിനു മുൻപ് നമ്മുടെ ഈ ഡൽഹി പോലെ ഈ മഹാനഗരത്തിൽ രാജ്യതലസ്ഥാനത്ത് ഇങ്ങനെയൊരു ഷോക്കേസിംഗ് 250-ലധികം കലാകാരന്മാർ വന്ന് കേരള കലാമണ്ഡലത്തിലെയും ഫോക്ലോറിലെയും ഒക്കെ വരുന്നു, ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. തന്നെയല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അടുത്ത വർഷം മുതൽ ഉണ്ടാകാൻ പോകുന്ന അത്ഭുതകരമായ ഒരു ഒരു ഉത്സവം തന്നെയായിരിക്കും ഇതിൻ്റെ ഈ നമ്മുടെ ജനോത്സവം. ഇപ്പോൾ ജനം ടിവിയുടെ ഡയറക്ടർ KT കൃഷ്ണകുമാർ കൂടി ചേരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതാണ്. കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു, കലാപ്രതിഭയായിരുന്നു. ഇപ്പോൾ കൃഷ്ണകുമാർജി, ഈ ഇങ്ങനെയൊരു വേദി ഡൽഹി മലയാളികൾക്ക് ജനം സൗഹൃദ വേദിയും ജനം ടിവിയും മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളും എല്ലാം ചേർന്ന് നൽകുകയാണ്. എന്താണ് നമ്മൾ കാത്തുവച്ചിരിക്കുന്ന സർപ്രൈസുകൾ? ഇത് ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രത്തോളം ആസ്വാദ്യകരമായിരിക്കും? ഇത് ശരിക്കും പറഞ്ഞൊരു കലോത്സവം, ശരിക്കും കേരളത്തിലുള്ള ഒരു ഏറ്റവും കൂടുതലൊരു കലയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരിക യുവജനോത്സവമാണ്. അപ്പോൾ യുവജനോത്സവത്തിൻ്റെ പ്രത്യേകത, അവിടെ ആ സ്ഥലത്ത് നിരവധി വേദികളുണ്ടായിരിക്കും. അപ്പോൾ സാധാരണ ചില ഇവൻറ്റുകൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരു വേദിയിലായിരിക്കും ഒരു പ്രോഗ്രാം നടക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് വിവിധ വേദികളാണ് പല സ്ഥലത്ത്. അതും ഓരോ വേദിക്കും ഓരോ പ്രത്യേക തരത്തിലുള്ള കലാരൂപങ്ങൾ, അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങൾ, അതുപോലെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള കലാരൂപങ്ങൾ. അങ്ങനെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കളമെഴുത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റനവധി പഞ്ചാരി മേളമുണ്ട്, ഇലഞ്ഞിത്തറ മേളമുണ്ട്, പഞ്ചവാദിയുണ്ട്. ഇന്ന് സർപ്രൈസ് എന്ന് പറയാൻ പോകുന്നത്, ഇന്ന് വൈകുന്നേരം മോഹൻലാലേട്ടനാണ് ഇതിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഇതിനെത്തുന്നത്. അപ്പോൾ അതൊരു കാരണം മലയാളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു നടൻ അദ്ദേഹം ഇവിടേക്ക് വന്ന് ഈ പരിപാടിയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ അശോക് സാർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡൽഹിയിലെ മലയാളികളുടെ ഒരു അഭിമാനം കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ അശോക് സാർ, നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം അതിൻ്റെ കൊടിയേറ്റം കഴിഞ്ഞിരിക്കുന്നു, പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നു. എന്താണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഡൽഹി മലയാളികളെ സംബന്ധിച്ച് അങ്ങേക്ക് പറയാനുള്ളത് കാണുമ്പോൾ? ഇത് വളരെ അഭിമാനമുള്ളൊരു മുഹൂർത്തമായിരുന്നു. അതായത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, ആദ്യമായിട്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കലാ സാംസ്കാരിക പ്രദർശനം ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ വളരെ റിച്ചായിട്ടുള്ള കൾച്ചറൽ ട്രഡീഷൻ ഇവിടുത്തെ മലയാളികൾക്കും മലയാളികളോടൊപ്പം തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് കാണിക്കാനുള്ള ഒരു വേദിയാണ്. വളരെ വളരെ നല്ല കാര്യമാണ് ജനം ടി വി ചെയ്യുന്നത്. ഇപ്പോൾ ജനം ടി വി മെൻറ്റർ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയായ ജയകുമാർജി, നമ്മുടെ മെൻറ്റർ കൂടിയാണ്. അദ്ദേഹത്തോട് ഈ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക. എന്തായി ജയകുമാർജി ഇതിൻ്റെ ഒരു അവസാനവട്ട ഒരുക്കങ്ങൾ? കൊടിയേറ്റം കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രോഗ്രാം വൈകുന്നേരം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും
അതുപോലെ തന്നെ മലയാളികളുടെ മഹാനടൻ മോഹൻലാലും കൂടി എത്തിച്ചേരുന്നതോടുകൂടിയിട്ട് ഇത് ഒരു മഹാസംഭവമായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവിധ ആനുകൂല്യങ്ങളും സഹായങ്ങളും എല്ലാ വിധത്തിലുള്ള ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഡൽഹി മലയാളികളെ സംബന്ധിച്ചോളം ഇത് അഭിമാനകരമായ ഒരു സാംസ്കാരിക പരിപാടിയായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഗൗതം, ഒരു കാര്യം കൂടി, ഒരു പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ ഉയർന്നു വരേണ്ടത് യൂത്തിൻ്റെ ഭാഗത്തുനിന്നാണ്, യുവജനങ്ങളുടെ ഭാഗത്തുനിന്നാണ്. നമ്മുടെ വോളണ്ടിയേഴ്സായിട്ടും ഈ പരിപാടി കാണുന്നതിനും ഒക്കെ വേണ്ടി ധാരാളം പേർ വന്നിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ വരുന്നത്? വയനാട്. ഞാൻ ഇവിടെ പഠിക്കുകയാണ്. എവിടെയാണ് പഠിക്കുന്നത്? ഡിയുല്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പഠിക്കാൻ വന്നതിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇങ്ങനെ നാഷണൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു വലിയൊരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്ങനെ തോന്നുന്നു മൊത്തത്തിൽ കാണുമ്പോൾ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. 3 ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തുകൊണ്ട് വളരെ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ പരിപാടി നമ്മുടെ ഡൽഹിയിൽ വരാമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇതിന് അവസരം കിട്ടി. വോളണ്ടിയർ ആയിട്ട് വരാൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഇപ്പോൾ ഓരോന്നായി നിൽക്കുന്നു. വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാം കാണുമ്പോഴായാലും നമ്മളെ കേരളത്തിന് നമ്മൾ ഡൽഹിയിലോട്ട് കൊണ്ടുവന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. ഗൗതം, യൂത്തിൻ്റെ ഭാഗത്തു നിന്നും തിങ്ക് കേരള എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു കേരളത്തെക്കുറിച്ച് യുവത്വം ചിന്തിക്കുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഒരു പ്രോഗ്രാം കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ് സീത. സീത, എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം, എന്നാണ് അതിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായി? ഓക്കെ, ഞങ്ങളുടെ പ്രോഗ്രാം നാളെയാണ്. നാളെ 2 മണി മുതൽ 5 മണി വരെയാണുള്ളത്. നമ്മുടെ സ്പീക്കേഴ്സായിട്ട് 2 പാനൽ ഡിസ്കഷൻസ് ഉണ്ട്. സ്പീക്കേഴ്സായിട്ട് വരുന്നത് പ്രശാന്ത് നായർ IAS, അതുപോലെ സൂസൻ തോമസ് IRS, ശ്രീജിത്ത് പണിക്കർ. സെക്കൻഡ് പാനൽ വരുന്നത് കൃഷ്ണകുമാർ സാറ്, പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് MR അഭിലാഷ്. ഇവരൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വിഷൻ 2047 കേരള എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കും. എങ്ങനെയാണ് 2047 ഒക്കെ ആകുമ്പോഴത്തേക്കും കേരളം എങ്ങനെയാണ് യൂത്തിനെ എംപവർ ചെയ്യുക എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും ഇവരുടെ സംസാരം. അപ്പോൾ പ്രിയപ്പെട്ട ഡൽഹിയിലെ മലയാളികളെ, ഇപ്പോൾ ജനം TV വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഈ പരിപാടിയുടെ ജനോത്സവത്തിൻ്റെ ഉത്സവപ്പറമ്പ്. 3 നാളുകൾ ജനോത്സവം കൊട്ടിക്കയറാൻ പോകുന്ന, ജനോത്സവം നടക്കാൻ പോകുന്ന ഈ ഉത്സവപ്പറമ്പ് ഈ കാണുന്നതാണ്. നമ്മുടെ ഈ വരുന്നത് നമ്മുടെ ബാബു ചേട്ടൻ. മനോജ്ജിക്ക് കുറേ അധികം ദിവസങ്ങളായി മനോജ്ജി ഈ പ്രോഗ്രാമിൻ്റെ പുറകെയാണ്. ഇങ്ങനെ ഒട്ടനവധി ആളുകൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ഉണ്ട്. മനോജി, എങ്ങനെയുണ്ട് മൊത്തത്തിൽ കാണുമ്പോൾ? അടിപൊളി, നന്നായിരിക്കുന്നു. ഡൽഹിയിലെ എല്ലാ നിവാസികൾക്കും ഈ പ്രോഗ്രാമിലൊക്കെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കാണുന്ന ഉത്സവപ്പറമ്പിലേക്ക് തുടർന്നുള്ള ഇന്നു മുതൽ 3 ദിവസങ്ങളിലേക്ക് ഡൽഹിയിലെ എല്ലാ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വരിക, കാണുക, കേരളത്തിൻ്റെ മഹത്തായ സാംസ്കാരിക പൈതൃകം തൊട്ടറിയുക, ആസ്വദിക്കുക, 3 ദിവസങ്ങൾ ആഘോഷമാക്കുക. ഓക്കെ ശ്രീകാന്ത്, എന്തായാലും രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ ജനോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. ഡൽഹിയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം വിപുലമായ കേരളവുമായി ബന്ധപ്പെട്ട്, മലയാളവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ഇന്നേ വരെ നടന്നിട്ടില്ല. അതിനാൽ തന്നെ വലിയൊരു വിരുന്ന് ഡൽഹി മലയാളികൾക്കും ഒപ്പം രാജ്യതലസ്ഥാനത്തെ നിവാസികൾക്കുമായി ജനം TVയും ജനം സൗഹൃദവേദിയും ചേർന്ന് ഒരുക്കുകയാണ്. എന്തായാലും ആ പരിപാടിയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്ന ബുള്ളറ്റിനുകളിലും നമുക്ക് പോകാം. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്ന്